അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമായി. അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. ജില്ലയിൽ ചൊവ്വാഴ്ച റെഡ് അലർട്ട്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾ. എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ കിട്ടുന്നത് ഏതാനും തവണകൾ മാത്രം. കൃഷിയിടത്തിൽ താറാവ് കൂട്ടത്തെ ഇറക്കി കൃഷി നശിപ്പിച്ചതായി പരാതി. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിനി സുജാതയുടെ കൃഷിയിടമാണ് താറാവുകൾ നശിപ്പിച്ചത്. തൃക്കൂർ കള്ളായിയിലെ അനധികൃത പന്നി ഫാമിനെതിരെ പ്രതിഷേധം. പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും മർദ്ദിച്ച സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. പന്തല്ലൂർ സ്വദേശി വിനീഷിനെതിരെയാണ് കേസെടുത്തത്. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തമിഴ്നാടിനും കേരളത്തിനുമിടയിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാൻ കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമുണ്ടായെങ്കിലും മഴ കനത്താൽ പ്രശ്നം ഗുരുതരമാകും. അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. ഞായറാഴ്ച വൈകിട്ട് മുതൽ തുടർച്ചയായി അതിരപ്പള്ളി മേഖലയിൽ 10 സെന്റിമീറ്റർ തോതിൽ മഴ പെയ്തു. ഇതേ തുടർന്നാണ് പുഴയിൽ അർദ്ധരാത്രി മുതൽ വെള്ളം ഉയരാൻ തുടങ്ങിയത്. തിങ്കളാഴ്ച പുലർച്ചെ ജലനിരപ്പ് 5.45 മീറ്ററിലെത്തി. താഴ്ന്ന പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ ചെറിയ തോതിൽ വെള്ളം കയറുകയും ചെയ്തു. നിലവിൽ എല്ലാ ഡാമുകളും നിറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട് ഷോളയാർ ഡാമിൽ വെള്ളത്തിന്റെ അളവ് 100% ഇവിടെ നിന്ന് കേരള ഷോളയാറിലേക്കും തമിഴ്നാട്ടിലെ പറമ്പിക്കുളം ജലസംഭരണിയിലേക്കും വെള്ളം തുറന്നുവിടുന്നുണ്ട്. നിറഞ്ഞുകിടക്കുന്ന പറമ്പിക്കുളത്ത് നിന്നും പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് ചെറിയ തോതിൽ വെള്ളം ഒഴുകുന്നുണ്ട്. കേരള ഷോളയാറിൽ വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ അധിക ജലം പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് എത്തുന്നുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വീണ്ടും ഒരു വെള്ളപ്പൊക്ക ഭീഷണി ഉടലെടുക്കുകയാണ്. ഇനി തുടർച്ചയായി മഴയുണ്ടായാൽ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു പോകുമെന്നാണ് പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായതായി പരാതി. ആയിരക്കണക്കിന് യാനങ്ങളാണ് അഴീക്കോട്, മുനമ്പം അഴിമുഖം കേന്ദ്രീകരിച്ച് മാത്രം പണിയെടുക്കുന്നത്. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് തൊഴിലാളികൾ. ഫിഷറീസ്, സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ അലംഭാവമാണ് മണ്ണെണ്ണ വിതരണം മുടങ്ങാൻ കാരണമെന്ന് ആരോപണമുണ്ട്. യാനങ്ങളും ഇവയിൽ ഘടിപ്പിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിനുകളും 2 വകുപ്പുകളും പരിശോധിച്ചാണ് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നത്. 10 HP മോട്ടറുള്ള യാനത്തിന് 129 ലിറ്റർ, 10 മുതൽ 15 HP വരെ 136 ലിറ്റർ, 15 HP മുകളിലുള്ളതിന് 180 ലിറ്ററുമാണ് പ്രതിമാസം മണ്ണെണ്ണ വിഹിതം. മുൻപ് എല്ലാ മാസവും നൽകിയിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ വർഷത്തിൽ ഏതാനും തവണകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. സർക്കാർ അനുവദിച്ചു തരുന്ന നീലമണ്ണെണ്ണ കിട്ടിയിട്ട് 10 വർഷത്തോളമായി. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് ഒരു പെർമിറ്റിന് 40 HP എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഒരു പെർമിറ്റിന് 600 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ശോഷിച്ച് ഇപ്പോൾ ഒരു മിനിമം ഒരു 60 ലിറ്ററിന് താഴെ എത്തി. അത് വർഷത്തിൽ 2 തവണയായി. എത്രയും പെട്ടെന്ന് അത് മത്സ്യമേഖലയ്ക്ക് അത്രയും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മണ്ണെണ്ണ ലഭ്യമായാൽ അത് പരമ്പരാഗത മേഖലയ്ക്ക് അത് വലിയൊരു ഉണർവായിരിക്കും. 1 ലിറ്ററിന് 25 രൂപ സബ്സിഡിയോടെ മത്സ്യഫെഡ് നിയന്ത്രിതമായ അളവിൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവിതരണ വകുപ്പ് വഴി ലഭിച്ചിരുന്ന വിലക്കുറവുള്ള മണ്ണെണ്ണ കിട്ടാക്കനിയായ അവസ്ഥയാണുള്ളത്. ഒരു ചെറുവള്ളവും അനുബന്ധ വള്ളങ്ങളും ഒരു തവണ കടലിൽ പോയി വരുന്നതിന് 500 ലിറ്ററോളം ഇന്ധനം ആവശ്യമായി വരും. മണ്ണെണ്ണ ലഭിക്കാത്ത സാഹചര്യത്തിൽ വിപണിയിലുള്ള രാസലായനി ഉപയോഗിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. ഇൻബോർഡ് വള്ളങ്ങൾ ഡീസൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതുകൊണ്ട് അവയെ മണ്ണെണ്ണ പ്രതിസന്ധി ബാധിക്കുന്നില്ല. ചെറുകിട മത്സ്യത്തൊഴിലാളികളാണ് മണ്ണെണ്ണ പ്രശ്നത്തിൽ വലയുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൃഷിയിടത്തിൽ താറാവ് കൂട്ടത്തെ ഇറക്കി കൃഷി നശിപ്പിച്ചതായി പരാതി. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിനി സുജാതയുടെ കൃഷിയിടത്തിലേക്കാണ് നോട്ടക്കാരന്റെ അശ്രദ്ധ മൂലം താറാവുകൾ കൃഷി നശിപ്പിച്ചത്. 1.5 ഏക്കർ സ്ഥലത്ത് ഔഷധ ഗുണമുള്ള രക്തശാലി വിത്താണ് കൃഷി ഇറക്കിയിരുന്നത്. ഇതിൽ 35 സെന്റ് സ്ഥലത്തെ കതിരിടാറായ നെൽച്ചെടികൾ പൂർണ്ണമായും താറാവുകൾ നശിപ്പിച്ചു. കിലോയ്ക്ക് 300 രൂപയോളം വില വരുന്ന ഔഷധ ഗുണമുള്ള നെല്ലാണ് രക്തശാലി.
സംഭവവുമായി ബന്ധപ്പെട്ട് സുജാത താറാവ് കർഷകനെതിരെ നടപടിയെടുക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. ചാലിശ്ശേരി കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, പാടശേഖര സമിതി ഭാരവാഹികളായ ശബാദേവൻ നമ്പൂതിരി, കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ പൊന്നുള്ളി മോഹനൻ, സുനിൽകുമാർ, അബ്ദുൾ ജലീൽ, കാർഷിക വികസന സമിതി അംഗം കണ്ണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തൃക്കൂർ കള്ളായിലെ അനധികൃത പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരം തുടരുന്നു. സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളും മലിനീകരണ സംവിധാനങ്ങളും ഒരുക്കാതെയാണ് ഫാം പ്രവർത്തിക്കുന്നതെന്ന് ജനകീയ സമരസമിതി ആരോപിച്ചു. പ്രദേശത്ത് കുടിവെള്ളം മലിനമാവുകയും ദുർഗന്ധം രൂക്ഷമാവുകയും ചെയ്തതായി സമരസമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. മലിനീകരണ സംവിധാനം ഒരുക്കാതെ പ്രവർത്തിക്കുന്ന പന്നിഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരം CPM തൃക്കൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മേഴ്സി അധ്യക്ഷത വഹിച്ചു. ബ്രൈറ്റ് കള്ളിപ്പറമ്പിൽ, വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യം തീർക്കുന്ന തരത്തിലല്ല ഈ നാടിന്റെ പ്രശ്നത്തിന് ഞങ്ങൾ ഇവിടെ കൂട്ടുന്നത്. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും മർദ്ദിച്ച സംഭവത്തിൽ പന്തല്ലൂർ സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. വിനീഷിനെതിരെയാണ് കേസെടുത്തത്. ഭാര്യ സിനി, മക്കളായ അദ്വൈത്, ആഘോഷ് എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. ഈ മാസം 1-ാം തീയതിയായിരുന്നു സംഭവം. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ പ്രതി വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് സിനിയെ ക്രൂരമായി മർദ്ദിക്കുകയും തടയാനെത്തിയ 9 വയസ്സുള്ള മകനെ ഹെൽമറ്റ് ഉപയോഗിച്ച് അടിക്കുകയും 14 വയസ്സുള്ള മകനെ ചെരുപ്പുകൊണ്ട് മുഖത്തും ചെവിയിലും അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. ഗുരുവായൂരിൽ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞു. ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. കിഴക്കേ നടയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ശ്രീജ ഇൻ എന്ന ലോഡ്ജിൽ നിന്നുള്ള മാലിന്യമാണ് ചാവക്കാട് നഗരസഭയുടെ സഞ്ചരിക്കുന്ന മാലിന്യവാഹനം കാനയിലേക്ക് ഒഴുക്കിയത്. കാനയിലേക്ക് വെള്ളമൊഴുക്കിയ വാഹനം കസ്റ്റഡിയിലെടുക്കണമെന്ന് BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിനിടയാക്കിയത്. കൊച്ചി കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. 41 വയസ്സുള്ള അബ്ദുൾ സലാമാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സലാമിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സ്വിഗ്ഗി ജീവനക്കാരനായ അബ്ദുൾ സലാം ഓർഡർ എടുക്കാനായി പോകുന്നതിനിടെ സൗത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ബൈക്കിന് പിന്നിൽ വന്നിടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ബസ്സിൽ വെച്ച് യാത്രക്കാരുടെ മാല പൊട്ടിച്ച തമിഴ്നാട് സ്വദേശിയെ യാത്രക്കാർ പിടികൂടി. അഷ്ടമിച്ചിറ സ്വദേശി വടക്കുംചേരി വീട്ടിൽ സിസിലിയുടെ മാലയാണ് പൊട്ടിച്ചത്. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട് സ്വദേശി ലക്ഷ്മിയെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ മാലയിൽ സ്വർണത്തിന്റെ ലോക്കറ്റും കൊളുത്തുമുണ്ടായിരുന്നു. അഷ്ടമിച്ചിറയിൽ നിന്ന് മാളയിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം. ലക്ഷ്മിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ആടി സെയിലാ പോണ്ടേ? നമ്മള് പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. 1 ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. വീണ്ടും വാർത്തകളിലേക്ക്. മനുഷ്യന്റെ ഏത് ഭൗതികമായ വളർച്ചയും ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ സമാധാനം പുലരുന്നതെന്ന് സ്വാമി സന്മയാനന്ദ സരസ്വതി പറഞ്ഞു. ഗുരുവായൂർ സായി സഞ്ജീവിനി ട്രസ്റ്റ് സംഘടിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏകദിന പഠന ശിബിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സജു രവീന്ദ്രൻ ക്ലാസ് എടുത്തു. KK വിദ്യാധരൻ, IP രാമചന്ദ്രൻ, രവി തോലത്ത്, അരുൺ C നമ്പ്യാർ, സബിത രഞ്ജിത്ത്, സതീഷ് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്തിന്റെ കീഴിലുള്ള ആമ്പല്ലൂരിലെ കടമുറികൾ ലേലം ചെയ്തതിൽ വൻ ക്രമക്കേടും അഴിമതിയും നടന്നെന്നാരോപിച്ച് CPM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ ഏരിയ കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. PK വിനോദൻ അധ്യക്ഷത വഹിച്ചു. സോജൻ ജോസഫ്, PV ഗോപിനാഥൻ, ജോഷി മഞ്ഞളി, KN ബിജു, PN വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൊടുക്കുന്ന നിലയിലാണ്
വീട്ടിൽ അതിക്രമിച്ചു കയറി മധ്യവയസ്കനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എറവ് ആറാംകല്ല് സ്വദേശി ജയനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ആറാംകല്ല് സ്വദേശി വിമലാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഫ്സൽ, CPOമാരായ പ്രതീഷ്, അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പൊയ്യ പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM ലോക്കൽ കമ്മിറ്റി ജലനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CPM മാള ഏരിയ കമ്മിറ്റി അംഗം IS അക്ഷയ് സമരം ഉദ്ഘാടനം ചെയ്തു. VX ലക്ഷ്മണൻ അധ്യക്ഷനായി. KJ ഷൈമോൻ, റപ്പായി അമ്പൂക്കൻ, VS വിജീഷ്, രമാ ബാബു, പ്രിയ ജോഷി എന്നിവർ സംസാരിച്ചു. ജനങ്ങൾക്ക് എല്ലാ ദിവസവും വെള്ളം കൊടുക്കാനുള്ള പദ്ധതിയല്ലായിരുന്നത്. കുന്നംകുളം നഗരസഭ 3-ാം വാർഡ് തിരുത്തിക്കാട് തളിർ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. AC മൊയ്തീൻ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, T സോമശേഖരൻ, സജിനി പ്രേമൻ, പ്രിയ സജീഷ്, ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വത്സൻ പാറന്നൂർ, വായനശാല സെക്രട്ടറി PG ജയപ്രകാശ്, പ്രസിഡന്റ് KP പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ദ്രവമാലിന്യത്തിന്റെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് എത്രയും വേഗത്തിൽ പണി വയലി മഴോത്സവത്തിന്റെ ഭാഗമായി പാട്ടുത്സവം നടന്നു. ആറങ്ങോട്ടുകര വയലരങ്ങിൽ നടന്ന പാട്ടുത്സവം തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വയലി ഡയറക്ടർ വിനോദ് അധ്യക്ഷത വഹിച്ചു. പ്രദീപ് വയലിയുടെ നേതൃത്വത്തിൽ മഴ പ്രമേയമായ കവിതകൾ, നാടൻ പാട്ടുകൾ എന്നിവ നടന്നു. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളികൾ വള്ളുവനാടിന്റെ തനത് കലയായ കുടച്ചോഴി എന്ന കലാരൂപം അവതരിപ്പിച്ചു. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ഓഗസ്റ്റ് 9, 10 ദിവസങ്ങളിലാണ് മഴോത്സവം നടക്കുന്നത്. മഴോത്സവം വിളംബരത്തിന് കോർഡിനേറ്റർ M ഭാഗ്യനാഥ്, കുട്ടൻ ആറങ്ങോട്, മനോ വൈലി, സുദീപ് വൈലി, വിശ്വനാഥ് വരവൂർ എന്നിവർ നേതൃത്വം നൽകി. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വെങ്കിടങ്ങ് ഈസ്റ്റ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TR മീര ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് ചാന്ദിനി വേണു പതാക ഉയർത്തി. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷീജ രാജീവ്, സിജി മോഹൻദാസ്, ജ്യോതി രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ മേലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. ക്ഷേത്രം പൂജാരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമം, ഗജപൂജ എന്നിവ നടന്നു. തുടർന്ന് മേളവും പ്രഭാത ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ദി അന്തിക്കാട്സ് UAEയുടെ 33-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. സിവിൽ പോലീസ് ഓഫീസർ KN നിധിൻ ക്ലാസ് എടുത്തു. തുടർന്ന് നാടക സിനിമാ ലോകത്തെ അന്തിക്കാട്ടുകാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നടന്നു. കേരള വിഷൻ അന്തിക്കാട് റിപ്പോർട്ടർ ഷാജു കാരമുക്ക് അടക്കമുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാ നാടക പ്രവർത്തകരായ ഷൈജു അന്തിക്കാട്, സജീവൻ അന്തിക്കാട്, സജിൻ ചെറുകയിൽ, ഭാരവാഹികളായ ജിനേഷ് മൂത്തേടത്ത്, രാജു സുകുമാരൻ, ഷാജി കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കുട്ടഞ്ചേരി കുറുമ്പിലാംകുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനപ്പെട്ട ഒന്നാണ് പഞ്ചായത്ത് അംഗം ശ്രീ ജലീലാദൂർ. നല്ല മികച്ച റോഡുകളായിരുന്നതെല്ലാം റഷീദ് കെയും ഇബ്രാഹിമും അടങ്ങുന്ന അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയാണ്.
ലയൺസ് ക്ലബ്ബ് ഒല്ലൂർ റീജിയണിലെ 8 ക്ലബ്ബുകൾ ചേർന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിന് ചൊവ്വാഴ്ച തുടക്കം കുറിക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള രോഗികൾക്ക് സൗജന്യമായ ശസ്ത്രക്രിയയും കണ്ണട വിതരണവും നടത്തും. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പൊറത്തൂർ, ഫൈഡസ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് മാനേജർ എ സിനോജ് ജോസ്, റീജിയണൽ ചെയർമാൻ ND സിവിച്ച്, സോൺ ചെയർമാൻ RA പീറ്റർ എന്നിവർ പങ്കെടുത്തു. പുത്തൻകാട് ശ്രീ മുത്താർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം മേൽശാന്തി സലേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി അംഗം സഹദേവൻ, രക്ഷാധികാരി ബിജി ബാലൻ, പ്രസിഡന്റ് സിനീഷ് പുല്ലാനിക്കൽ, സെക്രട്ടറി കൃഷ്ണകുമാർ കോപ്പയിൽ, ട്രഷറർ നിതിൻ വെളിയത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനെതിരെ LDF കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി സെന്ററിൽ നടന്ന പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചുണ്ടലാത്ത് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, LDF മണ്ഡലം കൺവീനർ MN സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യക്കാരനായിരിക്കാൻ ഒരു ജർമ്മൻകാരൻ എഴുതിയുണ്ടാക്കിയതാണ് കാൾ മാർക്സും എംഗൽസും എഴുതിയ പ്രത്യയശാസ്ത്രം, കമ്മ്യൂണിസം. പിതൃഭൂമിയുമായി കാണാത്ത കൊല്ലക്കാലത്തെ അനുഭവങ്ങൾ കൊണ്ട് പ്രത്യയശാസ്ത്രത്തിൽ വിദേശത്തുള്ള ശത്രുക്കളെ. കോടന്നൂരിലെ ബാറിൽ ആക്രമണം നടത്തിയ കേസിൽ 4 പ്രതികളെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടന്നൂർ ചക്യാർക്കടവ് സ്വദേശി ചിറയത്ത് സ്റ്റെബിയെ ആക്രമിച്ച കേസിലാണ് നടപടി. വെങ്ങിണിശ്ശേരി സ്വദേശികളായ പറത്തിലാൽ വീട്ടിൽ മനീഷ്, കക്കാട്ടിൽ വീട്ടിൽ മനോജ്, ചാരിച്ചിറ്റി വീട്ടിൽ ബാബു, പാർളം സ്വദേശി കുറുവത്ത് വീട്ടിൽ ഷാജു എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം റോഡിൽ പൈപ്പ് പൊട്ടിയുണ്ടായ കുഴിയിൽപ്പെട്ട ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. 1 വർഷം മുൻപാണ് റോഡരികിലെ ചായക്കടയ്ക്ക് മുൻപിൽ പൈപ്പ് പൊട്ടിയത്. വെള്ളം കുത്തിയൊലിച്ച് സമീപത്തെ വീടുകളിലേക്ക് ഒഴുകിയിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയെടുത്താണ് പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തിയത്. മഴ കനത്തതോടെ ഈ ഭാഗം വീണ്ടും തകർന്ന നിലയിലായി. റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചേർപ്പ് മഹാത്മാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ MP വീരേന്ദ്രകുമാർ സാഹിത്യ പുരസ്കാരത്തിന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അർഹനായി. ഭാവഗായകൻ P ജയചന്ദ്രൻ സ്മാരക പുരസ്കാരത്തിന് BK ഹരിനാരായണനും, ലീഡർ K കരുണാകരൻ സ്മാരക പുരസ്കാരത്തിന് ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ KP ഉദയനും അർഹനായി. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 24-ന് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് സമിതി ഭാരവാഹികളായ സതീഷ് കുമാർ ചേർപ്പ്, KB പ്രമോദ് എന്നിവർ അറിയിച്ചു. ചാരായം വാറ്റിയ കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിലായി. മാള പുത്തഞ്ചിറ കണ്ണിക്കുളങ്ങര സ്വദേശി ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സോളാർ സിസ്റ്റം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട പ്രൊമോഷണൽ ഇൻസെന്റീവ് നൽകാതിരുന്നതുമായി ബന്ധപ്പെട്ട് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. കാട്ടൂർ സ്വദേശി ചാലിശ്ശേരി വീട്ടിൽ ആൻഡോ ജോസഫ് ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. എറണാകുളം പേട്ട ചമ്പക്കരയിലെ പ്രിയ എന്റർപ്രൈസസ് ഉടമയ്ക്കെതിരെയാണ് വിധി. 2,25,550 രൂപ പരാതിക്കാരന് നൽകാനാണ് ഉത്തരവ്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. തൃശൂർ ശക്തൻ പട്ടാളം കാളിയമ്മൻ വിനായക കോവിലിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവതി സേവയും നടന്നു. ക്ഷേത്രം മേൽശാന്തി അഖിൽ മനക്കുടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കീഴ്ശാന്തിമാരായ മിഥുൻ, ശ്രീഹരി എന്നിവർ സഹകാർമ്മികരായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ TG ബാബു, സെന്തിൽകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാട്ടകമ്പൽ യൂണിറ്റ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. ജെറുസലേം സെന്ററിൽ നിന്നും ആരംഭിച്ച റാലി പഴഞ്ഞി ഹൈസ്കൂളിന് മുന്നിൽ സമാപിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് സെക്രട്ടറി PV ചാക്കോച്ചൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AV തമ്പി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി CK സദാനന്ദൻ, യൂണിയൻ സാംസ്കാരിക വേദി കൺവീനർ KR വത്സമ്മ, MV ബെന്നി, PI ജോൺസൺ, PM അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ലയൺസ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് വിനീത് മോഹൻ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ ഗിൽബർട്ട് പാറമേൽ, സോൺ ചെയർമാൻ രാജേഷ് ജാക്ക്, ഡിസ്ട്രിക്ട് ഭാരവാഹികളായ ശിവദാസൻ മുല്ലപ്പള്ളി, KV രവീന്ദ്രൻ, സുധാകരൻ നായരശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ജീവകാരുണ്യ പദ്ധതികളുടെ ഭാഗമായി വീൽചെയർ, ഡയാലിസിസ് കിറ്റുകൾ തുടങ്ങിയവ വിതരണം ചെയ്തു. രാമായണ മാസാചരണ ചടങ്ങുകളുടെ ഭാഗമായി സാമൂതിരി കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം വടക്കേ കോട്ടോൽ അസുര മഹാകാളൻ ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപ യജ്ഞം നടത്തി. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി BTV ശ്രീകുമാർ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നാമജപത്തിന് ഭജന സംഘമംഗങ്ങൾ നേതൃത്വം നൽകി. പ്രസിഡന്റ് V സുധാകരൻ, സെക്രട്ടറി PS സുരേഷ്, ട്രഷറർ KK നിഖിൽ, ഭാരവാഹികളായ T സുധാകരൻ, KK അരവിന്ദൻ, MK മോഹനൻ എന്നിവരടങ്ങുന്ന ഭരണസമിതി നേതൃത്വം നൽകി. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാവർട്ടി യൂണിറ്റ് വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ നടത്തി. പൂവത്തൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടന്ന ബോധവൽക്കരണ സെമിനാർ ജില്ലാ സെക്രട്ടറി OJ ജിഷോ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് NT പിയൂസ് അധ്യക്ഷനായിരുന്നു. KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV പ്രദീപ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ II ജോയ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ട സന്ദർശനം നടത്തിയ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ട പണവും സ്വർണവും ഉടമയ്ക്ക് തിരികെ നൽകിയ ആനപ്പാപ്പാനെ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. 7.25 പവനും 1 ലക്ഷത്തിലേറെ രൂപയും അടങ്ങിയ ബാഗ് ശ്രദ്ധയിൽപ്പെട്ട ആനപ്പാപ്പാൻ സുബീഷ് ദേവസ്വം ഓഫീസിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു. മഞ്ജുലാലിൽ നടന്ന ചടങ്ങിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ഫോറം അംഗം സുമൻ സുമേഷിന്റെ മകൾ വൈഗ ലക്ഷ്മിയെയും ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ KP ഉദയൻ, എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീജിത്ത് വെളപ്പായ, ഫോറം ഭാരവാഹികളായ ശരത് VT, വിഷ്ണു PS, സുജിത് തിരിയാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. മങ്ങാട് RCC LP സ്കൂളിൽ ബാലകലോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VJ ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് മുഖ്യാതിഥിയായിരുന്നു. പ്രധാന അധ്യാപിക ലിജി, സ്കൂൾ ലീഡർ ജിയാൻ ജെയ്സൺ, ജെൻസി ഫ്രാൻസിസ്, അധ്യാപിക ഷൈനി എന്നിവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിൽ പ്രതിഷേധിച്ച് മുണ്ടൂരിൽ KCYM നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഫാദർ സാൽവിൻ കണ്ണനായ്ക്കൽ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. KCYM പ്രസിഡന്റ് ക്രിസ്റ്റോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ആൻഡോ ഫ്രാൻസി, സിസ്റ്റർ ആൻസി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കുന്നംകുളം റോഡിൽ ചൊവ്വാഴ്ച മുതൽ സ്വകാര്യ ബസ്സുകൾ നടത്താൻ നിശ്ചയിച്ചിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചതായി ബസ് ഉടമ സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തൃശൂർ പുഴയ്ക്കൽ റൂട്ടിലെ ഗതാഗതക്കുരുക്കിന് അടിയന്തര നടപടി ഉണ്ടാക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി ചൊവ്വാഴ്ച മുതൽ നടത്താനിരുന്ന തൃശൂർ പുഴയ്ക്കൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ അനിശ്ചിതകാല സർവീസ് നിർത്തിവെക്കാൻ താൽക്കാലികമായി മാറ്റിവെച്ചത്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി.
അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമായി. അതിരപ്പിള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ ചൊവ്വാഴ്ച റെഡ് അലർട്ട്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾ. എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ കിട്ടുന്നത് ഏതാനും തവണകൾ മാത്രം. കൃഷിയിടത്തിൽ താറാവ് കൂട്ടത്തെ ഇറക്കി കൃഷി നശിപ്പിച്ചതായി പരാതി. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിനി സുജാതയുടെ കൃഷിയിടമാണ് താറാവുകൾ നശിപ്പിച്ചത്. തൃക്കൂർ കള്ളായിലെ അനധികൃത പന്നി ഫാമിനെതിരെ പ്രതിഷേധം. പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും മർദ്ദിച്ച സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു. പന്തല്ലൂർ സ്വദേശി വിനീഷിനെതിരെയാണ് കേസെടുത്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.